നമസ്കാരം, ഞാൻ പരമേശ്വരൻ നമ്പൂതിരി. ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന ഏപ്രിൽ മാസത്തിലെ പുണർദം കാല പൂയം ആയില്യം കർക്കിടക കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ കർക്കിടക കൂടുകാർക്ക് സൂര്യൻ നിൽക്കുന്നത് 13-ാം തീയതി വരെ 9-ലാണ്. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ സൂര്യൻ നിന്നു കഴിഞ്ഞാൽ അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. വിചാരിക്കാതെ തന്നെ പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക. അതേപോലെ തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഫലം, അപമാനം വന്നു ചേരുക. അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള സൂചനയുണ്ട് എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. 14-ാം തീയതി മുതൽ സൂര്യൻ 10-ലേക്ക് വരുമ്പോൾ കർക്കിടകക്കൂറുകാർക്ക് വളരെ ഗംഭീരമായിട്ടുള്ള ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 9-ൽ നിൽക്കുന്നതായിട്ടുള്ള സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് 10-ലേക്ക് സൂര്യൻ വന്നു കഴിഞ്ഞാൽ. അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള പലവിധ വ്യാധികളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ഒക്കെ മോചനം വന്നു ചേരുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം 10-ാം ഭാവം കൊണ്ടാണ് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത്. തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10-ാം ഭാവത്തിൽ സൂര്യൻ നിന്നു കഴിഞ്ഞാൽ ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രമിച്ചോളൂ. അവർ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ജോലി ലഭിക്കുവാനായിട്ടുള്ള സൂചനയുണ്ട്. കർമ്മസിദ്ധി വന്നു ചേരുക. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ, നല്ല അനുഭവം, നല്ല ഫലം നമുക്ക് ജീവിതത്തിൽ വന്നു ചേരുക. എല്ലായിടവും വിജയം ഉണ്ടാവുക. അപ്പോൾ 9-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് 13-ാം തീയതി വരെ കുറച്ച് മോശഫലത്തെയാണല്ലോ സൂചിപ്പിച്ചത്. ആ മോശഫലം ഇല്ലാതാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചോളൂ. കർക്കിടകക്കൂറുകാർക്ക് 8-ലും 9-ലുമായിട്ടാണ് ചൊവ്വ നിൽക്കുന്നത്. 8-ൽ നിന്ന് കഴിഞ്ഞാലും 9-ൽ നിന്ന് കഴിഞ്ഞാലും അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 23-ാം തീയതി വരെ 8-ലാണ്. 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കാലയളവിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള അപമാനം എന്ന മോശഫലത്തെ 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഫലത്തിന്, ഈ മോശമായിട്ടുള്ള ഫലത്തിന് ഫലപ്രാപ്തി കൂടുതലുണ്ടാവാനിടയുണ്ടെന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. 23-ാം തീയതിക്ക് ശേഷം 9-ലേക്ക് വരുമ്പോഴും ധനപരമായിട്ടുള്ള കാര്യങ്ങളിൽ ചിലവ് വന്നു ചേരുക. അതേപോലെ തന്നെ പലവിധ വ്യാധികൾ വന്നു ചേരുക, കാര്യപരാജയം ഉണ്ടാവുക, ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാത്ത അവസ്ഥ വരിക, നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ വരിക. അപ്പൊ 8-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും 9-ൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ടും മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ശ്രീ ഭദ്രകാളി ഭഗവതിയും സുബ്രഹ്മണ്യ സ്വാമിയും ഒക്കെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക. നമ്മൾ കുടുംബത്തിരുന്ന് നാമം ജപിക്കുമ്പോൾ കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ ഈ സ്തോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള മോശഫലങ്ങൾ നമുക്ക് വന്നു ചേരാതെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ബുധൻ 10-ാം തീയതി വരെ 10-ലാണ് കർക്കിടകക്കൂറുകാർക്ക്. 10-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ നല്ല രീതിയിൽ തന്നെ തൊഴിലിൽ അഭ്യുന്നതി വന്നു ചേരുക, ഉയർച്ച ഉണ്ടാവുക, പുതിയ പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കുക. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള നല്ല ഫലം, ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവാണ്. അതേപോലെ തന്നെ ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക. 10-ാം തീയതി വരെ ഉള്ളൂ കേട്ടോ. 10-ാം തീയതിക്ക് ശേഷം ബുധൻ 11-ലേക്കല്ല വരുന്നത്, 9-ലേക്കാണ്. വക്രഗതിയാണ് ബുധന്. 9-ലേക്ക് വരുമ്പോൾ അത്ര നല്ല ഫലമല്ല, പലവിധ രോഗ ദുരിതങ്ങൾ വന്നു ചേരുക. കുറച്ചു കാലമായിട്ട് വ്യാഴം 10-ലാണ്. അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കർമ്മവൈകല്യം, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവാത്ത അവസ്ഥ വരിക, നല്ല ഫലം ലഭിക്കാത്ത അവസ്ഥ വരിക, ഇങ്ങനെയുള്ളൊരു മോശഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി പ്രത്യേകിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിരുത്തി ചെയ്യുക. അതേപോലെ തന്നെ ആ മോശഫലം വന്നു ചേരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. നാരായണ എന്നുള്ള നാമമൊക്കെ നമ്മൾക്ക് കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ ജപിക്കുക. 25-ാം തീയതി വരെ ശുക്രൻ 9-ലാണ്. ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9-ൽ ശുക്രൻ നിന്ന് കഴിഞ്ഞാൽ വളരെ നല്ല ഫലമാണ്. നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള സൽക്കർമ്മങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുക, ധർമ്മകാര്യസിദ്ധി വന്നു ചേരുക. അപ്പൊ സൂര്യനെ കൊണ്ടും ചൊവ്വയെ കൊണ്ടും 9-ൽ നിൽക്കുമ്പോൾ അത്ര നല്ല ഫലമല്ലല്ലോ സൂചിപ്പിച്ചത്. ശുക്രനെ കൊണ്ട് വളരെ നല്ല ഫലം. അപ്പൊ നമ്മളുടെ ജാതക പ്രകാരം ശുക്രനാണോ സൂര്യനാണോ ബലം, ചൊവ്വയ്ക്കാണോ ബലം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് ഈ ഫലത്തിന്റെ ഫലപ്രാപ്തിയെ കുറിച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. അതായത് ശുക്രൻ വളരെ നല്ല സ്ഥാനത്താണെന്നുണ്ടെങ്കിൽ ഈ നല്ല ഫലമാവും നമ്മൾ ജീവിതത്തിൽ കൂടുതൽ അനുഭവിക്കാനായിട്ട് വരിക. 25-ാം തീയതിക്ക് ശേഷം ശുക്രൻ 10-ലേക്ക് വരുമ്പോൾ മോശഫലമാണ്. കലഹം ഉണ്ടാവുക, അപമാനം ഉണ്ടാവുക. കലഹം ഉണ്ടാവുന്നതും അപമാനം ഉണ്ടാവുന്നതും നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ ഓരോരോ ദുരിതങ്ങൾ നമ്മൾ ആഗ്രഹിക്കാതെ തന്നെ നമുക്ക് വന്നു ചേരുമല്ലേ.
അപ്പൊ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് ഒരു പരിധിവരെ കലഹം ഉണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരിക്കുക. അതുപോലെ തന്നെ അപമാനം എന്ന മോശഫലത്തെയും സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക. കർക്കിടകക്കൂറുകാർക്ക് 8-ലാണ് ശനി നിൽക്കുന്നത് എന്നും അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്നും പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് പൊതുവെ ഒരു ദൈവാധീന കുറവിനെ തന്നെ സൂചിപ്പിക്കുന്നു. ഓരോരോ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കലഹം ഉണ്ടാവാതെ ശ്രദ്ധിക്കുക. ചെറിയ കലഹം പോലും വലിയ കലഹത്തിലേക്ക് വന്നു ചേരുന്ന ഒരു ദുസ്സൂചന. അതേപോലെ തന്നെ വിചാരിക്കാതെ തന്നെ ധനത്തിന് ചെലവ് വന്നു ചേരുക. ഇടയ്ക്കിടെ ഓരോ രോഗദുരിതങ്ങൾ വന്നു ചേരുക. 8-ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കി ഈ മോശഫലത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് ശബരിമല അയ്യപ്പസ്വാമിയെ വളരെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എപ്പോഴും ശബരിമലയ്ക്ക് പോകാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മളുടെ സമീപ പ്രദേശത്തുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലൊക്കെ പോവാം. നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് വഴിപാടുകൾ ചെയ്താൽ മതി. സാമ്പത്തിക സ്ഥിതി മോശമാണെന്നുണ്ടെങ്കിൽ ഒട്ടും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിരുത്തി തൊഴുതാൽ മതി. ഇപ്പൊ നമുക്ക് അമ്പലത്തിലും പോകാൻ സാധിക്കുന്നില്ല, നമ്മൾ വിദേശത്തൊക്കെയാണ്, അങ്ങനെയെങ്കിലും പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നാമം ജപിക്കുമ്പോൾ അതിപ്പോ എവിടെയായാലും നമുക്ക് ചെയ്യാലോ. ശനൈശ്വരായ നമഃ എന്നുള്ള നാമമൊക്കെ ജപിക്കുക. എന്തായാലും കർക്കിടകക്കൂറുകാരുടെ ഗ്രഹപ്പിഴാദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള പലവിധ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും നമ്മളുടെ ഈശ്വര സേവയിലൂടെ, നാമജപത്തിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, ഇല്ലാതാക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണ് എങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം.